എല്ലാവർക്കും ജെ ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എൻ്റെ വീട്ടിലെ കുറേയേറെ വെറൈറ്റീസ് ഓർക്കിഡുകളുടെ വിശേഷങ്ങളാണ്. ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നും ഇതിൽ നിന്ന് തൈകൾ നമുക്ക് പല രീതിയിലും പുതുതായിട്ട് തൈകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, അതിൻ്റെ വിശേഷങ്ങളും ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാനിവിടെ പോട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന തൈ. നമ്മൾ തൈ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെ തിരഞ്ഞെടുക്കണം. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്നും ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നും ഞാനിവിടെ കാണിച്ചു തരാം. ഓർക്കിഡ് നമ്മൾ നടാനായിട്ട് ഓർക്കിഡിൻ്റെ പോട്ട് തന്നെ കിട്ടും, അത് തന്നെ തിരഞ്ഞെടുക്കുക. മെയിനായിട്ട് ഇതുപോലെ ഹോൾ ഉള്ളതിലാണ് നമ്മൾ ഓർക്കിഡ്, കണ്ടില്ലേ ഇതിൻ്റെ റൂട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഹെൽത്തി ആയിട്ടാണ്, നല്ല വെള്ള കളറിലല്ലേ ഇരിക്കുന്നത്. ഇതുപോലുള്ള ചട്ടികളുമാണ് നമ്മൾ ഓർക്കിഡ് നടാനായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓർക്കിഡ് നടാൻ ഇതിൻ്റെ വലുത് ഈ സൈസിലുള്ളത് നമുക്ക് കിട്ടും. ഇതെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോകും, പ്ലാസ്റ്റിക് പോട്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ നമ്മൾ എങ്ങനെയാണ്, അതും നല്ല ഹോളുള്ള ചട്ടി വേണം തിരഞ്ഞെടുക്കാൻ. നല്ലപോലെ എയർ സർക്കുലേഷൻ വേണം. നമ്മുടെ ചെടി ചീഞ്ഞു പോകാതെ, വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാതെ നടാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ചട്ടികളും തിരഞ്ഞെടുക്കാം. ഇത് സാഫ്, ഇതൊരു ഫംഗിസൈഡാണ്. ഇത് നമുക്ക് ഇത് നടാനായിട്ട് എടുക്കുന്ന പോട്ടിങ് തയ്യാറാക്കാൻ എടുത്ത ചെറിയ തൊണ്ടുകൾ ഇതിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും. നമ്മൾ പുറത്തുനിന്നൊക്കെ പ്ലാന്റ് മേടിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിന് നമ്മൾ പോട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഇഷ്ടിക, ചെറിയ പീസുകളാക്കിയത്. ഇഷ്ടിക ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഓടിൻ്റെ കഷ്ണമായാലും നമുക്കിതിനെ ഉപയോഗിക്കാം. പിന്നെ കരി നമുക്ക് മേടിക്കാനും കിട്ടും. ഇത് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഇതുപോലുള്ള പീസുകൾ നമുക്ക് വലിയ പീസുകൾ കരിച്ച് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇത് നമ്മുടെ സാഫിനകത്ത് മുക്കി വെച്ചേക്കുന്ന ചകിരിയുടെ ചെറിയ പീസുകളാണ്. അപ്പോൾ എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ അടിവശത്ത് എപ്പോഴും നമ്മൾ ചെറിയ പീസുകളായിട്ടുള്ള കല്ലുകൾ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം നല്ലപോലെ വാർന്നു പോകാൻ സാധിക്കും. അതിനുശേഷം ചെറിയ പീസാക്കിയ തൊണ്ട് നമ്മൾ ഇതുപോലെ സൈഡ് വെച്ച് കൊടുക്കുക. ഇത് ഈ തൈ നമ്മൾ ഇവിടെ തന്നെ ചെയ്തതാണ്. ഇത് ഈ പോട്ടിലോട്ട് ഞാൻ നേരത്തെ ചെറിയ തൈയാക്കി പോട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ പ്ലാന്റൊക്കെ, ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിതിൻ്റെ സെൻറ്ററിൽ നോക്കി വെക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇത് പോട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇളകി പോകുന്ന രീതിയിൽ വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഇളകി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം കരിയിട്ട് സൈഡുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ 1-2 പീസ് ഇഷ്ടിക കഷ്ണം നമുക്ക് ഈ സൈഡോറും വെച്ച് കൊടുക്കുമ്പോൾ അതവിടെ നല്ലപോലെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് വെക്കരുത്. എപ്പോഴും നമ്മുടെ പ്ലാന്റ് നല്ല ഇതായിട്ടിരിക്കണം. കണ്ടില്ലേ, ഇത്രയും മതി, നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് അതുപോലെ നമ്മൾ പ്ലാന്റ് ചെയ്ത ഒരു ചെടിയാണ്. കണ്ടില്ലേ, നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇനി ഇതിൽ നിന്നെല്ലാം പുതിയ പുതിയ കിളിപ്പുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഓർക്കിഡിൻ്റെ സ്റ്റാൻഡാണ്. ഇത് നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു 3 ഇഞ്ചിൻ്റെ പൈപ്പിൽ നമ്മൾ ചെറിയ കയറ് ചുറ്റി കൊടുത്തേക്കാണ്. എന്നിട്ട് ഇത് നെറ്റിൻ്റെ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ സ്ഥല സൗകര്യമൊന്നും ഇല്ലാത്തവർക്കായാലും ഇതിൽ ഒരുപാട് ചെടി നമുക്ക് ഹാങ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ളതിൽ നമുക്ക് ഒരുപാട് ഓർക്കിഡുകൾ പല കളറിൽ, കണ്ടില്ലേ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത്, പല കളറിലുള്ള ഓർക്കിഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്ലാന്റ് കണ്ടില്ലേ, ഞാനിവിടെ ചെയ്ത ഈ സ്റ്റാൻഡിൽ കയറ് ചുറ്റി കൊടുത്തതിനകത്തോട്ട് ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ റൂട്ട് ഇതിലോട്ട് വരികയും ഇതിലായിട്ട് നല്ലപോലെ സെറ്റായിട്ട് ഇതിരിക്കുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇത് തൈ നമ്മൾ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഫ്ലവറിങ് കഴിഞ്ഞിട്ടുള്ള തണ്ടുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ചെറിയ പുതിയ മുളകൾ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഇവിടെ വെച്ച് വേണം, നല്ല കത്തി എടുത്ത് ക്ലീൻ ആയിട്ടുള്ളൊരു കത്തിയോ ബ്ലേഡോ വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കാനായിട്ട്. ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ ഇവിടെ നമ്മൾ ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. ഫംഗിസൈഡോ മെഴുകുതിരിയോ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഇവിടെ തേച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിന് ഈ പ്ലാന്റിന് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ വെള്ളം പോവുകയില്ല. ഇതിൽ കൂടെ ഫംഗലൊന്നും നമ്മുടെ പ്ലാന്റിനെ ബാധിക്കുകയില്ല. ഈ കട്ട് ചെയ്ത തണ്ട് നമ്മൾ ഈ സാവിൻ്റെ ഈ ഇതിൽ മുക്കി നമ്മൾ എടുക്കണം.
അന്നേരം നമുക്ക് ഇതിൽ കൂടെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരത്തില്ല. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് തൈകൾ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ തണ്ട് നമുക്ക് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്താലും ഇത് അവിടെ ഇരുന്ന് പുതിയ മുളകൾ വരികയും ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് അതുപോലെ നമ്മൾ നട്ട് വെച്ചതാണ്. വെറുതെ തണ്ട് നമ്മുടെ മറ്റുള്ള ചെടികളുടെ ഇടയ്ക്ക് നമ്മൾ വെറുതെ നട്ട് വെച്ചാലും ഇതുപോലെ പ്ലാന്റ് ഉണ്ട്. ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതും അതിൽ കൂടെ നമുക്കിത് കിളിച്ച് ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ അതിൻ്റെ ഓരോരോ കിളിപ്പായിട്ട് വരും. ഇതിനെ നമ്മൾ പിന്നെ അടത്തി ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പ്ലാന്റായിട്ട് പോട്ട് ചെയ്യാനും സാധിക്കും. ഇത് നമ്മൾ കയറ് ചുറ്റി വെച്ച സ്റ്റാൻഡാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇതിലോട്ട് നമുക്ക് ഇതുപോലുള്ള തണ്ടുകൾ എടുത്ത് നമുക്ക് ഇതുപോലെ ചണം കൊണ്ട് കെട്ടി വെച്ചാലും ഇതുപോലെ നമുക്ക് കണ്ടില്ലേ എൻ്റെ റൂട്ട് വന്നേക്കുന്നത്, ഇതുപോലെ നമുക്ക് പുതിയ തൈകൾ മുളച്ച് കിട്ടും. എൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് തൈകൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെയും തൈകൾ വരും. അത് നമുക്ക് എടുത്ത് മാറ്റി വേറെ പോട്ട് ചെയ്യുമ്പം നമുക്ക് വേറെ പുതിയൊരു ചെടിയായിട്ട് എടുക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതിന് നമുക്കിതിനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് അരിച്ച് സ്പ്രേയറിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, വളരെ നല്ല ഒരു ഇതാണ്. അപ്പം അത് എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യാറുണ്ട് ഇതിവിടെ. അതുപോലെ തന്നെ തേങ്ങാ വെള്ളം നമുക്ക് നേർപ്പിച്ച് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒരു മൂടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഇതിനകത്ത് നിന്ന് ചെയ്തെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ഉള്ളി അരിഞ്ഞതിൻ്റെ തൊലിയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേയറിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച ഇടവിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും, നല്ല ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നമുക്ക് ഇത് ഒരു മൂടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കണ്ടില്ലേ ഒരുപാട് തൈകൾ നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുക്കുവാനും സാധിക്കും. വേറെ പോട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ഓർക്കിഡുകൾ നമ്മുടെ വീട്ടിൽ പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. രാവിലെ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് നമുക്കിത് പോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ലപോലെ ഫ്ലവറിങ് ലഭിക്കുകയും ചെയ്യും. ഈ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫെലനോസിസ് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും കുറേയേറെ വെറൈറ്റീസുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ തൈകൾ ആവശ്യക്കാർക്കും നഴ്സറിക്കാർക്കും എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിങ് 3 തൊട്ട് 6 മാസം വരെ നിൽക്കുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഓർക്കിഡുകൾ വളർത്തുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും നൽകണേ. ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി ഇട്ടേക്കണേ. അപ്പോൾ അടുത്തുള്ള ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും.